ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2 മാസം ഓൾമോസ്റ്റ് ആയി ഞാൻ എങ്ങോട്ടെങ്കിലും കാര്യമായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട്. ഇതിന് മുന്നേ പുറത്തേക്ക് ഇറങ്ങുക ഹോസ്പിറ്റൽ, പിന്നെ സ്കാനിങ് സെൻറ്റർ, MRI അങ്ങനെ കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ പുറത്തിറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇന്നിട്ട് നമ്മുടെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി പുറത്തിറങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വരും ദിവസങ്ങളിലൊക്കെ ഞാൻ പറയേണ്ടത് എന്തിനാണ് പോയി എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ പോയിടത്തുനിന്ന് എനിക്ക് നൈക്കയുടെ ഒരു ഞാൻ പറയില്ല ചായ 18 എന്ന് പറഞ്ഞ ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ഷെയ്ഡാട്ടോ, എന്നെ പോലത്തെ മീഡിയം സ്കിൻ ടോണൊക്കെ ചേരും. അപ്പോൾ ഞാനത് ഓർഡർ ചെയ്തു നൈക്കയിൽ. എന്തായാലും ഇനി വന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് എന്തായാലും പുറത്തിറങ്ങിയതല്ലെന്ന് കരുതിയിട്ട് ചായ കുടിക്കാമെന്ന് കരുതി നമ്മുടെ തിരൂരുള്ള ഗണപതി ഭവനിൽ കയറി. ആക്ച്വലി കുറേ ദിവസത്തിന് ശേഷം ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോഴേ എനിക്ക് രാത്രിയൊക്കെ നമ്മൾ നൈറ്റ് ഔട്ടിങ്ങിനൊക്കെ പോകില്ല, അതുപോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു എന്തായാലും 2 മാസമായിട്ടുണ്ടാവും ചുരുങ്ങിയത് ഒരു ഹോട്ടലിൽ കയറിയിട്ട്, അല്ലെങ്കിൽ ഇതുപോലെ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട്. മറ്റേത് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ നേരെ ഡോക്ടർ പോയി കൺസൾട്ട് ചെയ്യും, ലാബ് പോവും, നമ്മുടെ ടെസ്റ്റ് റിപ്പോർട്ട് മേടിക്കും, പിന്നെ നഴ്സിംഗ് സ്റ്റേഷനിൽ പോകും. അങ്ങനെ കുറച്ച് അത്ര കാര്യങ്ങളല്ലേ ഉള്ളൂ. കുറേ കാലത്തിന് ശേഷമാണ് എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ്. ഏകദേശം ഒരു 2 മാസമായി, അത്ര വലിയ ദിവസമൊന്നും അല്ലെങ്കിൽ കൂടി കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ വലിയൊരു ക്രൗഡിനകത്ത് പോയ പോലെ എനിക്ക് തോന്നി. പിന്നെ ഭക്ഷണം വന്നപ്പോൾ ഞാൻ മാസ്ക് ഊരി കേട്ടോ. നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ഓട്ടോയിലെ ചേട്ടണം, പുള്ളിക്കാരൻ്റെ കൂടെ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ പോവാറ് ബാബുട്ടേട്ടൻ. അപ്പോൾ ബാബുട്ടേട്ടൻ നെയ്റോസ്റ്റും ഞങ്ങൾ മസാല ദോശ മേടിച്ചു. മസാല ദോശ ഭയങ്കര നീളമുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഫോൾഡ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ നീളത്തിലുള്ള വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ എനിക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നി കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ കുറേ ദിവസത്തിന് ശേഷം ഇങ്ങനെ ഹോട്ടൽ ഫുഡൊക്കെ കഴിക്കുന്നതുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ ടേസ്റ്റ് തോന്നുന്നു. മറ്റേത് വീട്ടിലാണെങ്കിൽ കുറച്ചല്ലേ കഴിക്കുള്ളൂ. ഇത്ര വലിയൊരു ദോശയൊക്കെ കഴിച്ചിട്ട് എന്തായാലും ചുരുങ്ങിയത് 2 മാസം എന്തായാലും മിനിമം ആയിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കരമായിട്ട് ടേസ്റ്റ് തോന്നി. കാരണം എന്തോ എനിക്കിങ്ങനെ ഭയങ്കര സങ്കടമൊക്കെ വരുന്നു. എൻ്റെ അശ്രദ്ധ കൊണ്ടാണല്ലോ വയ്യായിക വന്നത്. അപ്പം അമ്മ അങ്ങനെ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഓക്കെ അല്ലേ എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് കഴിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോയുടെ മെയിൻ ഹൈലൈറ്റ് കാപ്പിയാണ്. ഞാൻ 2.5-3 മാസമായി മധുരം ഇട്ടിട്ടുള്ള കാപ്പിയോ ചായയൊക്കെ കുടിച്ചിട്ട്, പക്ഷേ എനിക്കതും കുടിക്കാൻ തോന്നി. പക്ഷേ ഇനി കുടിക്കില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് മധുരം നിർത്തിയിട്ടുണ്ടായിരുന്നു PCOD പ്രശ്നം കാരണം. ഇപ്പം അത് റെഗുലറായി, പീരിയഡ്സ് റെഗുലറായപ്പോൾ ഞാൻ വല്ലപ്പോഴൊക്കെ മധുരം കഴിക്കും, പക്ഷെ എന്നാലും കുറവാണ്. പിന്നെ അതേ ബില്ല് വന്നു 65-60 നോർമലായിട്ടുള്ള റേറ്റ് മാത്രമേ നമ്മുടെ മസാല ദോശയ്ക്കൊക്കെ ഉള്ളൂ കേട്ടോ. ഞാൻ ബില്ലൊക്കെ കൊടുത്ത് പെട്ടെന്ന് ഞാൻ ഇറങ്ങി. ഒരുപാട് ഇങ്ങനെ അവിടെ നിൽക്കാനും പറ്റില്ല എൻ്റെ ഒരു കണ്ടീഷൻ വെച്ചിട്ട്. പിന്നെ ഇത് കുറ്റിപ്പുറത്ത് തിരൂരോട്ട് പോകുമ്പോൾ പോളി കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലാട്ടോ ഈ ഹോട്ടൽ. അത്യാവശ്യം നല്ല പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു ഹോട്ടലാണ്. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു പോന്നു, വേറെ എവിടെ ഇറങ്ങുകയും ചെയ്തില്ല, നേരെ ഡയറക്റ്റ് വീട്ടിലേക്ക് തന്നെ പോന്നു. പിന്നെ അതേ ഞങ്ങൾ വീട്ടിലെത്തി, ഞാൻ മുടിയൊക്കെ കഴിച്ച് ഫ്രഷ് ആവാനുള്ള ഒരുക്കത്തിലാണ്. ഇപ്പോഴും എൻ്റെ ലിപ്സ്റ്റിക്ക് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് വന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.